EVസിൽ മിക്കതും പറയാറുണ്ട്, ഡീലേഴ്സ് പറയാറുണ്ട് ദാറ്റ് ഇത്ര ഫാസ്റ്റ് ചാർജിങ് ചെയ്യുമ്പം ഒരു സ്ലോ ചാർജിങ് ചെയ്യണം. അത് ടാറ്റയിലൊക്കെ ഭയങ്കര ചെറുതാണ്, 2 ഫാസ്റ്റ് ചാർജിങ്ങിന് ഒരു സ്ലോ ചാർജിങ് എന്നാണ് പറയുന്നത്. സിട്രൻ എടുക്കുകയാണെങ്കിൽ അൺലിമിറ്റഡ് DC ചാർജ് ഫാസ്റ്റ് ചാർജിങ് ചെയ്യാമെന്ന് പറയുന്നു. സോ ഡസ് ദാറ്റ് മേക്ക് സെൻസ്? ഹൗ ഡസ് ദാറ്റ് മേക്ക് സെൻസ്? Basically any storage has a certain cycles. You take any storage, battery is a storage അല്ലേ. ഒരു സ്റ്റോറേജ് ആയിട്ടുള്ള ഒരു കോമ്പണൻറ്റിന് ദർ ഈസ് സംതിങ് കോൾ സൈക്കിൾസ്. ഇത്ര തവണ സൈക്കിൾസ് നിങ്ങൾക്ക് മാക്സിമം ചാർജ് ചെയ്ത് ഡ്രെയിൻ ചെയ്യുന്നതാണ് അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അതിലിപ്പോൾ ഏറ്റവും നല്ല ബാറ്ററീസ് എന്ന് പറയുന്നത് ബ്ലേഡ് ബാറ്ററീസ് ബിൽഡ് ബൈ BYD ആണല്ലോ. ഇത് AC എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് സിഗ്മ വേവ്സിൽ ബേസിക്കലി അതിൻ്റെ ചാർജിങ് വളരെ സ്ലോ പ്രോസസ്സിലാണ് മോളിക്യൂൾസ് തമ്മിൽ പുഷ് ചെയ്ത് മൂവ് ചെയ്യുന്നത്. DC ഈസ് എ ഫാസ്റ്റ് ചാർജ്, ഇറ്റ്സ് ലൈക്ക് എ സ്ട്രൈറ്റ് ലൈൻ അല്ലേ. AC-യിൽ ചാർജ് ചെയ്യുന്ന സമയത്ത് ദർ വിൽ നോട്ട് ബി എ ലെഫ്റ്റ് ഓവർ ക്യാവിറ്റീസ് ഇൻസൈഡ് എ സ്റ്റോറേജ്. എല്ലാ പോർഷൻസിലും തട്ടിക്കുലുക്കി ഫില്ല് ചെയ്ത് എല്ലാ മോളിക്യൂൾസിനെയും കറക്റ്റ് ചെയ്യും. DC എന്ന് പറഞ്ഞാൽ ഒറ്റ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഡാമേജ് ഓഫ് സെൽസ് ക്യാൻ ഹാപ്പൻ. വൺ തിങ് ക്യാൻ ഹാപ്പൻ. അതേപോലെ തന്നെ സെൽസിൻ്റെ ലൈഫ് ഓൾസോ ക്യാൻ ബി ഗെറ്റ് റെഡ്യൂസ്. കാരണം ഒരു വ്യക്തി നടന്നു പോകുന്നൊരു വ്യക്തി എന്നും നടന്നാണ് പോകുന്നത്. ഓക്കെ, അയാളെ എല്ലാ ദിവസവും നമ്മൾ ഓടിപ്പിച്ചാൽ എങ്ങനെയാവും? ആരാണ് ഹൂ ഗെറ്റ് ടയേർഡ് സോ ഫാസ്റ്റ്? ഓടുന്നവനായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ എവറിത്തിങ് ഹാസ് എ കപ്പാസിറ്റി. പിന്നെ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DC ഫാസ്റ്റ് ചാർജിങ് ഓൺലി വിൽ ഹാപ്പൻ അപ് ടു 80-85%. അത് എല്ലാ വെഹിക്കിൾസിൻ്റെ ഉള്ളിലും ഇറ്റ്സ് പ്രോഗ്രാംഡ് ആണ്. ആ ഒരു സർട്ടൻ പീരീഡ് കഴിഞ്ഞ് സ്ലോ ചാർജിങ് ആണ് ശരിക്കും നടക്കുക. ഇപ്പോൾ ആ സ്ലോ ചാർജിങ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാലും ഞാനൊരാൾ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ലിറ്റർ ഓഫ് ജാർ എടുക്കുക, ഒരു empty ജാർ എടുക്കുക. അതേപോലെ തന്നെ 1 കിലോ നമ്മൾ അരി മേടിച്ചിട്ടുണ്ടെന്ന് കരുതുക. ഈ ജാറിലേക്ക് ഈ അരി ബോർ ചെയ്യുന്ന സമയത്ത് ഒരു ജാറിൻ്റെ ഒരു 80% വരെയൊക്കെ നമ്മൾ ഫുൾ സ്പീഡിൽ തട്ടില്ലേ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ കൂനച്ച് വരും. ആ സമയത്ത് നമ്മൾ സ്ലോ ആക്കി തട്ടി ഈ ജാറിനേക്ക് ഒന്ന് തട്ടി ലെവലാക്കിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് 1 ലിറ്ററിലേക്ക് 1 കിലോ അരി നമ്മൾ നിറയ്ക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ സെൽ ബാലൻസിങ്, സംതിങ് കോൾ സെൽ ബാലൻസിങ്. സെൽസ്, ഓൾ മോളിക്യൂൾ സെൽസ് ഹാസ് ടു ഗെറ്റ് ബാലൻസ്. ആ ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ് ഇവർ സ്ലോ ചാർജിങ് പ്രൊമോട്ട് ചെയ്യുന്നത്. സ്ലോ ചാർജിങ്ങിൽ പ്രോപ്പർ സെൽ ബാലൻസിങ് ഉണ്ടാവും. DC ഫാസ്റ്റ് ചാർജിങ്ങിൽ 80% കഴിഞ്ഞിട്ട് മാത്രമേ സെൽ ബാലൻസിങ് നടക്കുള്ളൂ. ആദ്യമുള്ളവരെയൊക്കെ നമ്മൾ പെട്ടെന്ന് തള്ളിക്കയറ്റുകയാണ്. സോ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു യൂസ് ഓൾട്ടർനേറ്റീവ്. ലൈക്ക് ദർ ഈസ് നത്തിങ് കോൾ നമ്പർ വൈസ്. ഇതൊക്കെ വെറുതെ ആരോ ഉണ്ടാക്കിയ സ്ട്രാറ്റജിയാണ്. പക്ഷേ റെഗുലർലി DC ചാർജ് ചെയ്യുന്ന ബാറ്ററീസിൻ്റെ ലൈഫ് ആ ഒരു സൈക്കിൾസ് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് എൻ്റെ MG 1,00,000 മുകളിൽ ഇപ്പോൾ ഓടിയിട്ട് എൻ്റെ ബാറ്ററിയുടെ ഹെൽത്ത് എന്ന് പറയുന്നത് 91% ആണ്. 1,00,000 കിലോമീറ്റർ ഓടിയില്ലേ, 91% ആയപ്പോൾ അത് ആകെ കുറഞ്ഞത് 20 കിലോമീറ്ററാണ്. ഇതുവരെ ഞാൻ സ്പെൻഡ് ചെയ്ത മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവല്ലേ. എൻ്റെ കണ്ടിന്യൂസ് DC ചാർജിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എൻ്റെ ചാർജിങ് ഒരു സൈക്കിൾസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 90-10 റേഷ്യോ ആയിരിക്കും. 90% DC, 10% AC ഉള്ളൂ. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഐ എം ട്രാവലിംഗ്, ഐ ഹാവ് ടു ഡിപ്പെൻഡ് ദ പബ്ലിക് ചാർജിങ് സ്റ്റേഷൻ. ഓക്കെ സർ, ഈ പറഞ്ഞ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ റേഞ്ചിൽ ഡിഫറൻസ് വരില്ല? അപ്പം സ്ലോ ചാർജ് ചെയ്താൽ റേഞ്ച് കൂടുതൽ കിട്ടുമോ? There is nothing, that's nonsense. Range all depends on your battery capacity. ഓക്കെ, റേഞ്ചിൽ ഒരു മാറ്റവും ഇല്ല. റേഞ്ച് റിമെയിൻസ് ദ സെയിം. ലൈഫ് സ്പാൻ കുറയും തോറും, അതായത് ഇപ്പോൾ ഹെൽത്ത് ഓഫ് ദ ബാറ്ററിയാണ് കുറയുക. ഇപ്പോൾ 100% ഹെൽത്തുള്ള ബാറ്ററീനെ ബേസ് ചെയ്തിട്ടാണ് ഇവർ ARI സർട്ടിഫൈ ചെയ്തിട്ട് പറയുന്നത് 300-400 കിലോമീറ്റർ ഓടുമെന്ന് പറയുന്നത്. നമ്മൾ നമ്പേഴ്സ് ഓഫ് DCs കണ്ടിന്യൂസ്ലി ചെയ്ത് അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഒന്നുകിൽ 80% ചാർജിങ് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, then you done the DC part. Once you start balancing it, നമ്മൾ ഒരു ക്ലാസ് റൂമിൽ കുട്ടികളെ അച്ചടക്കത്തിൽ ഒതുക്കിയിരിക്കാൻ ശ്രമിക്കുമ്പോൾ ലാസ്റ്റ് മൊമെൻറ്റ്, ക്ലാസ്സിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരെയും നമുക്ക് പെട്ടെന്ന് കയറ്റാം അല്ലേ, അവരെ ഒന്ന് ഒരു ബെഞ്ചിൽ ഇരുത്തണം എന്നുണ്ടെങ്കിൽ ടേക്സ് ടൈം അല്ലേ. ആ ഒതുക്കിയിരിക്കാൻ ശ്രമിക്കുന്ന സമയമാണ് ഈ AC ചാർജിങ് 80-100. ആ സമയത്ത് ഒന്നുകിൽ യു വെയിറ്റ് അണ്ടിൽ ഇറ്റ്സ് ബിക്കം 100. ആ 100 ആവാൻ നമുക്ക് പലപ്പോഴും ക്ഷമ കാണില്ല. 90-91 നമ്മൾ വലിച്ചു പോകും. അപ്പോൾ പിന്നെ ഇരിക്കാത്ത കുറച്ച് പിള്ളേർ അവിടെ ഇവിടെ ഉണ്ടാവും. കറക്റ്റ്. പിന്നെ അൾട്ടിമേറ്റ്ലി കറക്റ്റ് അതാണ്, ആ പിള്ളേരാണ് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൽ നമ്മളെല്ലാവരും അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 80 വരെ ചാർജ് ചെയ്യാനെടുത്ത 0 to 80 വരെ ചാർജ് ചെയ്യാനെടുത്ത സമയത്തിൻ്റെ ഏകദേശം ഒരു 80%-90% ടൈം തന്നെ 80-100 എടുക്കും. ബിക്കോസ് സ്ലോ ചാർജിങ് ഓൺലി ആണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ ആ പോയിന്റിൽ നിങ്ങൾ അവിടെ ഒരു EV ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ താങ്കളുടെ സമയമാണ് ഞാൻ കളയുന്നത്. ആ 20% കൊണ്ട് ഞാൻ ഒരു അച്ചീവ്മെൻറ്റും ഉണ്ടാക്കാൻ പോകുന്നില്ല അല്ലേ. അടുത്തൊരു 50 കിലോമീറ്ററോ 70 കിലോമീറ്ററാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ 100 കിലോമീറ്റർ.
നമ്മുടെ റോഡുകളിൽ നമ്മൾ എങ്ങനെ പോയാലും ഒരു 100 കിലോമീറ്റർ കൂടുമ്പോൾ ഒരു ബ്രേക്ക് എടുക്കും, അത് അടുത്ത ചാർജിങ് പോയിൻ്റ് ആയാൽ പോരെ. അതെ. സോ ഇറ്റ്സ് നോട്ട് മാൻഡേറ്റ് യു ഹാവ് ടു ഗോ എക്സ്ട്രീംലി ഓൾ ദ വേ അപ് ടു 100. വീട്ടിൽ കുത്തിയിട്ട് സമയമാണെങ്കിൽ 100 ചാർജ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സാർ ഇപ്പോൾ പറഞ്ഞു വെച്ച് നോക്കണേ, ARI അപ്രൂവ്ഡ് ഒരു റേഞ്ച് ഉണ്ട് മിക്ക വെഹിക്കിൾസിനും. സേ ഇപ്പം ടാറ്റയുടെ വെഹിക്കിൾസ് എടുക്കുകയാണെങ്കിൽ 300 അല്ലെങ്കിൽ 400. അത് ഡീലർ പറയുന്ന വേറൊരു റേഞ്ചാണ്. കസ്റ്റമേഴ്സിന് ഇത്ര കിട്ടുന്നു, നമ്മളതെടുത്ത് റോഡിൽ ഇറങ്ങുമ്പോൾ കിട്ടുന്ന വേറൊരെണ്ണമാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ റോഡിൽ, ഇന്നത്തെ ഈ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറിൽ പണ്ട് റിസർവ് ഫ്യൂവൽ എന്ന് പറയും നമ്മുടെ IC എൻജിൻസിൽ, അതുപോലെ റിസർവ് റേഞ്ച് എത്രയാണ് ഒരാൾ വയ്ക്കേണ്ടത് ഇപ്പോൾ? ഞാൻ ടിപ്പിക്കൽ OEM ബൈ OEM ഞാൻ പോകുന്നില്ല. ബിക്കോസ് OEMs ദേ ഓൾ ഇൻ ആൻ R&D സ്റ്റേജ്. അപ്പാർട്ട് ഫ്രം ചില കമ്പനികളോടിക്ക് അവരൊക്കെ ഓൾറെഡി പ്രൂവനാണ്. പല യൂറോപ്യൻ സെഗ്മെൻറ്റിലും ഓൺ റോഡ് കുറേ വർഷങ്ങളായിട്ടുള്ള കമ്പനികളാണ്. നമ്മുടെ അവിടെയുള്ള മിക്കവാറും EVs അതേപോലത്തെ അപ്ഡേഷൻസ് വരേണ്ടതാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദേ ആർ ഓൾ ഇംപ്രൂവിങ്. റേഞ്ച് ARI സർട്ടിഫിക്കേഷൻ ഇറ്റ്സ് എൻ എൻറ്റയർ ഡിഫറെൻറ്റ് ബോൾ ഗെയിം. ആരുമില്ലാത്ത റോഡുകളിൽ നേരെയുള്ള സ്ട്രീറ്റിൽ AC-യും മറ്റു പവർ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കാതെ ആ ബാറ്ററി എത്ര ദൂരം ആ മോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ബേസിസിലാണ് ARI സർട്ടിഫൈഡ് റേഞ്ച് എന്ന് പറയുന്നത്. ഇൻ റിയാലിറ്റിയിൽ നമ്മുടെ നിരത്തുകൾ അങ്ങനെയല്ല. പിന്നെ നമ്മൾ AC-യും ലൈറ്റും പാട്ടും വൈപ്പറും എല്ലാം നമ്മൾ അതിൻ്റെ ഉള്ളിൽ മാക്സിമം, ഈവൻ സീറ്റ് വെൻറ്റിലേഷൻ ഉണ്ടെങ്കിൽ അതും നമ്മൾ ഉപയോഗിച്ചിട്ടായിരിക്കും ഉണ്ടാകുന്നത്. കാരണം കംഫേർട്ട് അല്ലേ, നമ്മൾ കൊടുക്കുന്ന പൈസ. അപ്പോൾ ആ സമയത്ത് ഡ്രാസ്റ്റിക്കലി നമ്മുടെ റേഞ്ചിൽ മാറ്റങ്ങളുണ്ടായിരിക്കും. 1. 2 എന്ന് പറയുന്നത് EV ഓടിക്കുന്നത് IC എഞ്ചിൻ ഓടിക്കുന്ന പോലെയല്ല. ഇത് പറയുമ്പോൾ പലവരും ഇത് മേ ബി എ ബിഗ് ഡിബേറ്റ്, റൈറ്റ്? പീപ്പിൾ ഹാസ് ടു ഗെറ്റ് എഡ്യൂക്കേറ്റഡ്. IC എഞ്ചിനിലും ഇതേ സംഭവമുണ്ട്, നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. നമ്മളിപ്പോൾ പെഡൽ ഷിഫ്റ്റ് ഇട്ടാലും സ്പോർട്സ് മോഡിലിട്ടാലും ഷിഫ്റ്റിംഗ് ഗിയർ ചെയ്യുകയാണെങ്കിലും പ്രോപ്പറായിട്ട് ഷിഫ്റ്റ് ചെയ്യാണ്ട് ഹൈ ടോർക്കിൽ ഓടിക്കുകയാണെങ്കിലും വി ആർ ബേണിംഗ് ലോട്ട് ഓഫ് ഫ്യൂൽ. അത് നമ്മൾ നോക്കുന്നില്ല. കഴിയുമ്പോൾ ഫ്യൂൽ അടിക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ EVയിൽ നമ്മൾ കൊടുക്കുന്ന ആക്സലറേഷൻ, വി ഹാവ് ടു നോ ഹൗ വി ഹാവ് ടു ഡു ആക്സലറേഷൻ. ഇനീഷ്യലായിട്ട് നമുക്ക് ഇത്രയും ടോർക്ക് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഇതിനോടൊരു ഹരമാണ്. ഇത് പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കുന്ന പോലെ തന്നെ അവിടെ ഡ്രെയിനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ വി ഹാവ് ടു ഗെറ്റ് എഡ്യൂക്കേറ്റഡ്. പിന്നെ അതേപോലെ തന്നെ റീജനറേഷൻ മോഡുകൾ എന്തിലിട്ട് ഓടിക്കണം, ഹിൽ ഡിസെൻഡിങ്ങിൽ നമ്മൾ റീജനറേഷൻ എത്രയിലിടണം എന്നീ പ്രകാരത്തിലുള്ള കുറച്ച് എഡ്യൂക്കേഷണൽ ക്ലാസ്സസ്സാണ് OEMs EV ഓടിക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കേണ്ടത്. അങ്ങനെയാവുമ്പോൾ ഇപ്പോൾ ARI അനൗൺസ് ചെയ്തതിൽ നിന്ന് ഓൺ സ്പോട്ടിൽ ഇന്ന് നിരത്തുകളുള്ള വണ്ടികളിൽ ഓൺ സ്പോട്ടിൽ 20 to 25% നിങ്ങൾക്ക് ഒരിക്കലും ഇൻ റിയാലിറ്റി കിട്ടില്ല. അപ്പോൾ 400 പറഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു 300 to 80 എക്സ്പെക്ട് ചെയ്താൽ മതി. 100 കിലോമീറ്റർ പറഞ്ഞ വണ്ടിയാണെങ്കിൽ 75 കിലോ. അതും ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഡിസിപ്ലിൻ, ഹൗ ഡിസിപ്ലിൻലി യു ആർ ഡ്രൈവിംഗ് ഇറ്റ്. കാറിന് മൈലേജ് കിട്ടുന്ന പോലെ തന്നെയാണ്. റാഷായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി ലൂസിങ് ദ റേഞ്ചസ്. ആൻഡ് ഈ സർ റിസർവ് ഫ്യൂൽ റിസർവ് റേഞ്ച് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ഒരു എൻഡ് യൂസർ ആണെങ്കിൽ ഹീ നോസ് വെയർ ഓൾ ദ ചാർജസ് ആർ. ബട്ട് നൗ അൾട്ടിമേറ്റ്ലി വെൻ യു ഗോ ഇൻ ദാറ്റ് സ്പോട്ട് ഇലക്ട്രിസിറ്റി അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് അവൈലബിൾ അല്ലെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇറ്റ്സ് ഓൾവേസ് ബി സേഫ്. കീപ് അറൗണ്ട് 20% ഇൻ പോക്കറ്റ്. പ്രസൻറ്റ് സിനാരിയോയിൽ 20% നമ്മൾ പോക്കറ്റിൽ വയ്ക്കുന്നതാണ് നല്ലത്. ലോങ് ഡ്രൈവുകൾ പോകുമ്പോൾ അത്രയും ഉറപ്പുള്ള ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്, അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പിന്നെ ആപ്പിൽ ഇതെല്ലാം വിസിബിളാണ്. ചാർജേഴ്സ് അവൈലബിൾ ആണോ, അത് വർക്കിംഗ് ആണോ, കസ്റ്റമർ കെയർ നമ്പറും ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു റെഗുലറായി പോകുന്ന ഒരു 50% ആൾക്കാരും ഗോയിസിയുടെ കസ്റ്റമർ കെയറിൽ വിളിച്ച് ചോദിക്കുകയാണ് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ ചാർജർ വർക്കിംഗ് അല്ലേ. അപ്പോൾ ഈസ് ഓൾറെഡി പ്ലാൻഡ്. അവിടെ നിന്നായിരിക്കും പുള്ളി ഭക്ഷണം കഴിക്കേണ്ടാവുക, ചായ കുടിക്കേണ്ടാവുക, അതേ സമയത്ത് ചാർജ് ചെയ്യും. അപ്പോൾ ഒരു 20% ഇന്ന് ഒരു ചാർജേഴ്സിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമുക്കൊരു പോക്കറ്റിൽ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ യു വിൽ ബി ഇൻ എ മച്ച് സേഫർ സോൺ. ബട്ട് അൾട്ടിമേറ്റ്ലി അവിടെ ചെല്ലുമ്പോൾ വേറെ ആൾ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി ഇൻ ദ ക്യൂ. സാർ ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ട് തന്നെയാണ് അടുത്ത്, അതായത് പോസിബിലിറ്റീസ് ഓഫ് പ്രീ ബുക്കിംഗ്. നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ട്രാഫിക്കിൽ നടക്കുമെന്നറിയില്ല. കാരണം 4:40 എത്താൻ പറഞ്ഞാൽ ഒരിക്കലും 4:40 നമ്മളിവിടെ എത്തില്ല. അപ്പോൾ അത് എത്രത്തോളം ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി പ്രീ ബുക്കിംഗ് ഉള്ളതാണ്. അതായത് ഞങ്ങൾ ഇപ്പോൾ ഇത് ഡിസേബിൾ ആക്കിയിട്ടിരിക്കുകയാണ്. പ്രീ ബുക്കിങ്ങിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്തിന് എത്താൻ കഴിയില്ല. അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ. ശരിക്കും പ്രീ ബുക്കിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രീ ബുക്ക് ചെയ്യുന്ന ആ ഒരു സമയം
ആ സമയത്തിനുള്ളിൽ എത്ര യൂണിറ്റ്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 30 കിലോ വാട്ടാണ് നമ്മൾ 1 മണിക്കൂർ കൊണ്ട് പമ്പ് ചെയ്യുന്നത്. 1 മണിക്കൂർ മുമ്പ് പുള്ളി പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ആ 30 കിലോ വാട്ടിൻ്റെ കോസ്റ്റ് പുള്ളിയുടെ നിന്ന് ഞങ്ങൾ മേടിക്കണം. എന്നാലല്ലേ ഞങ്ങൾക്കത് വയബിൾ ആവുള്ളൂ. അതെ, വേറൊരു വണ്ടിയോടെ ചാർജ് ചെയ്യാൻ സമ്മതിക്കുന്നില്ലല്ലോ നിങ്ങൾ. ഇയാൾ എത്തൂല്ല, വേറൊരാൾക്ക് ചാർജ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇതൊരു അപ്പ് ആൻഡ് ഡൗൺസ് ഗെയിമാണ് ബേസിക്കലി. അപ്പോൾ സോ വി തോട്ട് ജസ്റ്റ് ഗോ വിത്ത് ദ പബ്ലിക്. അതുകൊണ്ടാണ് പ്രീ ബുക്കിംഗ് നമ്മൾ ഇപ്പോൾ അത് ഡീആക്ടിവേറ്റ് ചെയ്തിട്ടത്. ദർ ഇസ് ലോട്ട് ഓഫ് ഡിബേറ്റ്സ് ഉണ്ടായിരുന്നു. ഇൻ ഫ്യൂച്ചർ ആൻഡ് ഓൾ ഇത് വന്നേക്കാം. പക്ഷേ ലുലു പോലുള്ള സ്ഥലങ്ങളിൽ വി ഓൾറെഡി പ്രൊവൈഡഡ് എ വാലറ്റ് സിസ്റ്റം വലിയ മാളുകളിൽ. അപ്പോൾ യു ജസ്റ്റ് ഗോ ആൻഡ് ഗിവ് യു കീ. നിങ്ങൾ ഏത് ക്യൂവിലാണോ അതിനനുസരിച്ച് അവർ ചാർജ് ചെയ്ത് മാറ്റിയിടും. യു ഡോണ്ട് നീഡ് ടു കം ഡൗൺ. വലിയ മാളുകളിൽ നിങ്ങൾ ആ സമയമാകുമ്പോൾ വന്ന് വീണ്ടും കുത്തി വീണ്ടും പോകാൻ നിൽക്കണം. അതൊരു ഫ്രീ സർവീസായിട്ടാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ.